കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുന്നത്. കർത്താവിൽ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിലുള്ള സ്നേഹവും വന്ദനവും. നമ്മളിന്ന് വായിച്ചത് റോമാലേഖനം 8-ാം അധ്യായമാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ ചിന്താവിഷയം, അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് അറിയാവുന്നവർക്ക് കരഞ്ഞെടുക്കാം. ഇനി മറക്കരുത്, അത് തേജസ്കരണത്തെക്കുറിച്ചാണ്, ഒരു പ്രത്യാശയെക്കുറിച്ചാണ് ഈ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. 1-ാം അധ്യായം ഭാവത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നു. 2-ാം അധ്യായം ധാർമ്മികരായ സകല മനുഷ്യരും പാപികളാണെന്ന് തെളിയിക്കുന്നു. 3-ാം അധ്യായം യഹൂദനും ജാതികളും ഒരുപോലെ പാപത്തിൻ്റെ കീഴാകുന്നു എന്ന് തെളിയിക്കുന്നു. 4-ാം അധ്യായം വിശ്വാസത്താൽ നീതിമാനായ അബ്രഹാമിനെയും ദാവീദിനെയും പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നു. 5-ാം അധ്യായം നീതീകരണത്തിൻ്റെ പ്രതിഫലങ്ങൾ എന്താണെന്ന് വെളിപ്പെടുത്തുന്നു. 6-ാം അധ്യായം ക്രിസ്തുവിലുള്ള നമ്മുടെ ഏകീകരണത്തെ വെളിപ്പെടുത്തുന്നു. 7-ാം അധ്യായം എന്താണ് വിശുദ്ധീകരണമെന്ന് വെളിപ്പെടുത്തുന്നു. 8-ാം അധ്യായം മഹത്വീകരണം അല്ലെങ്കിൽ തേജസ്കരണം എന്നുള്ളതിനെക്കുറിച്ച് അവിടെ വെളിപ്പെടുത്തുന്നു. അപ്പോൾ നമുക്ക് ഒരു ചെറിയ ഔട്ട്ലൈൻ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. ഈ തേജസ്കരണത്തെക്കുറിച്ച് ഇന്ന് റോമാലേഖനത്തിൽ നിന്ന് അല്ല ഞാൻ ഇതിനെക്കുറിച്ച് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനത്തിൻ്റെ വിഷയം ഒന്നെടുത്തിട്ട് ചില കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് പൊതുവായി ധരിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം നമ്മൾ വായിച്ച ഭാഗത്തിൻ്റെ 17-ാം വാക്യം നമ്മൾ വായിച്ചത്, നാം മക്കളെങ്കിലോ അവകാശികളും ആകും. നമുക്ക് ഒരു ഇൻഹെറിറ്റൻസ് ഉണ്ട്. എന്താണ് നമ്മുടെ ഇൻഹെറിറ്റൻസ്? ദൈവത്തിൻ്റെ അവകാശിയാണ് ഞാൻ. ഈ ലോകത്തിൽ കാണുന്നതൊന്നുമല്ല എൻ്റെ അവകാശം, ദൈവമാണ് എൻ്റെ അവകാശം. 2, ക്രിസ്തുവിന് കൂട്ടവകാശി എന്ന് വെച്ചാൽ പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ യേശുക്രിസ്തുവിന് എന്തെല്ലാം അവകാശമുണ്ടോ അതിൻ്റെ കൂട്ടവകാശിയാണ് ഞാൻ. ഒന്ന് കരമുയർന്നില്ലല്ലോ, ഒന്ന് സ്തോത്രം വന്നില്ലല്ലോ. എന്താ പദവി! എന്നിട്ട് പറയുന്നത് നിങ്ങൾ കൈപൊക്കണ്ട. നിങ്ങൾ അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാൽ അത് നിങ്ങൾ പൊക്കണമെന്നില്ല. തേജസ്കരിക്കപ്പെടണോ? ഗ്ലോറിഫിക്കേഷൻ നമ്മുടെ അനുഭവമാക്കി തീർക്കണമോ? നാം കഷ്ടത അനുഭവിച്ചാൽ മാത്രം. ഇല്ലെങ്കിൽ നമ്മൾ തേജസ്കരണത്തിൻ്റെ വാതിക്കലല്ല. ആ വാതിക്കൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇവിടെ പ്രതീക്ഷിക്കാത്ത കഷ്ടതകൾ ഉണ്ടാകും. അതിനെക്കുറിച്ചാണ് പിന്നെ അതിൻ്റെ താഴത്തോട്ട് വായിച്ചു വരുന്നത്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഇത്ര ശ്രേഷ്ഠമായിരിക്കുന്ന ക്രിസ്തുവിലുള്ള പദവികളെ കുറിച്ച് അപ്പോസ്തലൻ നമുക്ക് വെളിപ്പെടുത്തുകയാണ്. കർത്താവിന് സ്തോത്രം ചെയ്യും. നമ്മുടെ പ്രത്യാശ എന്താണെന്ന് അവിടെ പറഞ്ഞു വരിക. ലോകത്തിൻ്റെ ഹോപ്പ് എന്ന് പറയുന്നത് പ്രതീക്ഷകളാണ്. ഈ കാണുന്ന ലോകത്തിൽ താൽക്കാലികമായ ക്ഷണികമായ കാര്യങ്ങളാണ് അവരുടെ മതങ്ങളോ അവരുടെ ഇസങ്ങളോ അവരുടെ സമുദായങ്ങളോ അവരെ പഠിപ്പിക്കുന്നത്. കാണുന്നതും താൽക്കാലികവും ക്ഷയിച്ചു പോകുന്നതും നശ്വരവുമായ ഈ ലോകത്തിൻ്റെ പ്രതീക്ഷകളാണ് ലോകത്തെ കൊടുക്കുന്നത്, എല്ലാ മതങ്ങളും കൊടുക്കുന്നത്. എന്നാൽ ബൈബിൾ നിത്യമായത്, ഘനമായത്, രമ്യമായത്, സൽകീർത്തിയായത്, പുകഴ്ചയായത്, ഏറ്റവും വിലയേറിയത്. അതുകൊണ്ട് ഈ നേരത്തേക്കുള്ള ഈ ലഘുവായ കഷ്ടം അത്യന്തം അനവധി തേജസ്സിന്റെ നിത്യഘനം കിട്ടും. നൊടി നേരം ലഘുവായ കഷ്ടം ഈ ജീവിതത്തിൽ പറയുക, അത്യന്തം
അനവധി തേജസ്സിന്റെ നിത്യഘനം. ഇതാണ് പ്രത്യാശ. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രത്യാശയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത് തന്നെ. എനിക്ക് എല്ലാം ഒന്നും വിവരിക്കാൻ സമയമില്ലെങ്കിലും ഒരു ചെറിയ ഈ പറഞ്ഞിരിക്കുന്ന ഗ്ലോറിഫിക്കേഷൻ്റെ മഹത്വീകരണത്തിൻ്റെ പ്രത്യാശയുടെ ഒരു കാര്യമൊന്ന് ഓർപ്പിക്കാൻ എബ്രായ ലേഖനത്തിൽ നിന്നും ഒരു വാക്യം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 7-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. എബ്രായ 7:19. അതിന്റെ 18 മുതൽ വായിക്കണം. മുമ്പിലത്തെ കൽപ്പനയ്ക്ക് അതിന്റെ ബലഹീനതയും നിഷ്പ്രയോജനവും നിമിത്തവും നീക്കവും ന്യായപ്രമാണത്തിലൊന്നും പൂർത്തി പ്രാപിച്ചിട്ടില്ലല്ലോ. നാം ദൈവത്തിൽ എടുക്കുന്നതിനുള്ള ഏറെ നല്ല പ്രത്യാശയ്ക്ക് സ്ഥാപനവും മന്ത്രിക്കും. ഈ എബ്രായ ലേഖനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ബെറ്റർ. നമ്മൾ ഇംഗ്ലീഷ് എബ്രായ ലേഖനം ഇംഗ്ലീഷിൽ നിന്ന് വായിച്ചെന്നാൽ അതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം ബെറ്റർ അനേകം പ്രാവശ്യം അവതരിക്കുന്നത്. ഏറെ നല്ലത്, ശ്രേഷ്ഠമായത്. തുടങ്ങുന്ന എങ്ങനെ? യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായി തീർന്നു. യേശുക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠനായി തീർന്നു. യേശുക്രിസ്തു അഹരോനേക്കാൾ ശ്രേഷ്ഠൻ. ബെറ്റർ ഒറ്റ ആളേ ഉള്ളൂ ബെറ്റർ. അത് യേശുക്രിസ്തു മാത്രമാണ്. വേറെ ആരെയും നോക്കരുതെന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു വരുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിക്കോണം. ഏറ്റവും നല്ലത് എന്താണെന്ന് വെളിപ്പെടുത്തുന്നതാണ്. എൻ്റെ ഒന്നും നിങ്ങളോട് എനിക്ക് പറയാനൊന്നും സമയമില്ല. എന്നാൽ കർത്താവ് ക്രൂശിൽ നമുക്ക് തന്ന പ്രത്യാശയുടെ ഒരു 8 കാര്യം നിങ്ങളോട് പറയാം. ഇന്ന് എനിക്ക് സമയമില്ല. ഇന്ന് നമ്മുടെ മെസ്സഞ്ചർ, പ്രധാനപ്പെട്ട മെസ്സഞ്ചർ വിവേക കർത്താവിൻ്റെ ദാസനെ അതിനായിട്ട് ദൈവം സഹായിക്കട്ടെ. ഞാൻ ഒരു അരമണിക്കൂർ കഷ്ടിച്ച് എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇവിടെ അതുകൊണ്ട് എനിക്ക് എല്ലാ കാര്യവും പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ അത് കേൾക്കാൻ പറ്റും. ഏറെ നല്ല പ്രത്യാശ. അപ്പം ബെറ്റർ അല്ലാത്തൊരു പ്രത്യാശ നമ്മുടെ പുറകെ കാണുന്നുണ്ട്. ഒരു ബെറ്റർ ഹോപ്പ്. ഈ ബെറ്റർ ഹോപ്പ് എന്ന് പറയുമ്പോൾ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ഒരു ബെറ്റർ കവനന്റ് ഉണ്ട്. പിന്നെ ഓൾഡ് കവനന്റ് ബെറ്റർ അല്ല, ന്യൂ കവനന്റ്. അതായത് എബ്രായ ലേഖനം വെളിപ്പെടുത്തുന്നത് പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും. ഇത് ഉടമ്പടിയാണ്. ഇത് രക്തം കൊണ്ട് സ്ഥാപിച്ചതാണ്. രക്തം കൊണ്ട് സ്ഥാപിച്ച ഉടമ്പടി ആയതുകൊണ്ട് ഈ പഴയ ഉടമ്പടി തരുന്നത് ഒരു ബെറ്റർ ഹോപ്പല്ല. അത് ഏറ്റവും വിലപ്പെട്ടൊരു പ്രത്യാശയല്ല. എന്നാൽ ബെറ്റർ ഹോപ്പ് എന്ന് പറയുമ്പോൾ ശ്രേഷ്ഠതയുള്ള പ്രത്യാശ പുതിയ നിയമത്തിലൂടെയാണ് നമുക്ക് തരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയായിത്തീരും. അതായത് പഴയ നിയമത്തിൻ്റെ ഉദ്ദേശം, ഈവൻ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ പിന്നെ ഓൾഡ് കവനന്റ്, അതിൻ്റെ ഉദ്ദേശം രക്ഷിക്കുക എന്നുള്ളതല്ല. ദൈവം മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി കൊടുത്തതല്ല ന്യായപ്രമാണം. തെറ്റിദ്ധാരണമോ? ന്യായപ്രമാണത്തിന് മനുഷ്യനെ രക്ഷിപ്പാൻ, നീതീകരിപ്പാൻ സാധ്യമല്ലെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. പിന്നെ എന്തിനാ കൊടുത്തത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഹല്ലേലൂയ. നമ്മൾ റോമാലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 19, 20, 21 വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. 1-ന്റെ 20, 21 വാക്യങ്ങൾ. റോമാലേഖനം 3-ന്റെ 20, 21 വാക്യങ്ങൾ. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനമല്ല വരുന്നത്. എന്താ മനസ്സിലായത്? 1-ന്റെ 20, 21 നമ്മളിപ്പോൾ വായിച്ചത്. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളിൽ ഒരു ജഡവും
നീതീകരിക്കപ്പെടുന്നില്ല. സന്നിധി നീതീകരിക്കപ്പെടുന്നില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം വരുത്താനാണ് ദൈവം ന്യായപ്രമാണം തന്നത്. പാപം എന്താണെന്ന് മനസ്സിലാക്കി തരാനാണ് ന്യായപ്രമാണം ദൈവം കൊടുത്തത്. അത് മനസ്സിലായവരുടെ കരം കെട്ടിയേ. ന്യായപ്രമാണം രക്ഷിക്കാൻ വേണ്ടി കൊടുത്തതല്ല. ന്യായപ്രമാണത്താൽ നീതീകരണമില്ല. ന്യായപ്രമാണം പിന്നെ എന്തിനാ? പാപത്തിന്റെ പരിജ്ഞാനത്തിൽ നിങ്ങൾ അവിടെ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കത് കിട്ടത്തില്ല കേട്ടോ. ഈ സത്യം നമ്മളൊന്ന് ഗ്രഹിക്കണം. ഹല്ലേലൂയ. അതിന്റെ 21-ാമത്തെ വാക്യം കൂടെ വായിച്ചേ. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൽ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെടുന്നു. കണ്ടോ, ഇപ്പൊ നീതി കിട്ടണമെങ്കിൽ, രക്ഷ കിട്ടണമെങ്കിൽ ന്യായപ്രമാണത്തിന്റെ നീതി വിശ്വാസത്താൽ യേശുക്രിസ്തു വിശ്വസിച്ചപ്പോൾ കിട്ടി. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയ മകൾ അനീഷയുടെ വീട്ടിൽ പോയി. അപ്പോൾ വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന കാര്യം ഞാൻ ആ കുടുംബത്തിലൊന്ന് പറഞ്ഞു. എന്താ വിശ്വാസം? അവർക്ക് യേശുവിനെ വിശ്വസിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല, കിട്ടുമെന്ന് വിശ്വസിക്കും, കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് വിശ്വസിക്കും. ഇതാണോ വിശ്വാസം? അല്ല. ബൈബിളിൽ ഒരു വിശ്വാസ പ്രമാണം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിശ്ചയ വിശ്വാസ പ്രമാണമാണ് ക്രൈസ്തവർ ഫോളോ ചെയ്യുന്നത്. ക്രൈസ്തവരുടെ വിശ്വാസ പ്രമാണം നിശ്ചയ വിശ്വാസ പ്രമാണമാണ്. അതാണ് കത്തോലിക്ക, യാക്കോബായ, CSI, ബർത്തോമ, ഇവാഞ്ചലിക്കൽ, ബ്രദറൻ, പെന്റെക്കോസ്ത്, ബാപ്റ്റിസ്റ്റ് സഭ, ക്രൈസ്തവ സഭകളെല്ലാം ഫോളോ ചെയ്യുന്നത് നിശ്ചയ വിശ്വാസ പ്രമാണമാണ്. അതെന്താണെന്ന് നിങ്ങൾ, വിശ്വാസ പ്രമാണം എന്താണെന്ന് നിങ്ങൾ ഓൺലൈനിൽ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്താൽ മതി. നമ്മൾക്കിങ്ങനെ വിശ്വാസ പ്രമാണം എഴുതി പഠിപ്പിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് എന്തു പറ്റി? ഇന്ന് വിശ്വാസ പ്രമാണം അറിയാത്ത ജനമായി പെന്തക്കോസ്തു സഭ വളർന്നു. ദുഃഖമല്ലേ അത്? നമുക്കൊന്ന് എഴുതി വെച്ചില്ലെങ്കിൽ നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്താ? നമ്മൾ സർവശക്തിയുള്ള ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നു. ആ ദൈവം ആരാണെന്നും ആ ദൈവം കാലസമ്പൂർണതയിൽ കന്യകയിലൂടെ ജഡത്തിൽ വെളിപ്പെട്ട യേശുവാണെന്നും ആ യേശുക്രിസ്തു ജനിച്ചത് എങ്ങനെയാണെന്നും അവൻ്റെ കഷ്ടാനുഭവം എന്താണെന്നും അവൻ്റെ മരണം എന്താണെന്നും അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എങ്ങനെയാണെന്നും നമ്മൾ വിശ്വസിക്കുന്നു. 3, ഈ കർത്താവായ യേശുക്രിസ്തു പോയതുപോലെ രണ്ടാമത് വരുമെന്നും ദുഷ്ടന്മാരെ ന്യായം വിധിക്കുമെന്നും നീതിമാന്മാരെ തന്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്നും നമ്മൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അടുത്തത് വിശുദ്ധന്മാരുടെ ഐക്യം. ദൈവസഭ എന്ന് പറയുന്നത് ഒരു കുടുംബമാണെന്നും ഞങ്ങൾ ഒന്നാണെന്നും പഠിപ്പിക്കുന്നു ലോകം മുഴുവനുള്ള വിശുദ്ധന്മാർ. അവര് കത്തോലിക്കൽ പറയുമ്പോൾ പുണ്യവാളന്മാരുടെ ഐക്യം. അപ്പൊ അവർക്ക് ചിന്ത വരും മരിച്ചുപോയ പുണ്യാളന്മാർ അല്ല, ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാരുടെ ഐക്യതയാണ് വിശ്വാസം നമ്മളെ പ്രഖ്യാപിക്കുന്നത്. ഹല്ലേലൂയ. അവൻ വന്ന് ന്യായം വിധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അത് ഈ വിശ്വാസമാണ് എന്നെ രക്ഷിക്കുന്നത്. ഇത് രക്ഷിക്കുന്ന വിശ്വാസം. അതല്ലാതെ ഞാൻ കണ്ണടച്ച് ഞാനിപ്പോൾ ടൊയോട്ട ക്രിസ്റ്റ, ഇന്നോവ ക്രിസ്റ്റ കാണുന്നുണ്ട്, ഇപ്പം വരട്ടെ എന്ന് പറയുന്ന വിശ്വാസം അന്ധവിശ്വാസമാണ്. അത് പഠിപ്പിക്കുന്നത് വ്യാജ പ്രവാചകന്മാരാണ്. അത് പോസിറ്റീവ് തിങ്കിങ്ങിൽ നിന്നും വരുന്ന ബുദ്ധമതത്തിന്റെ ഒരു വിശ്വാസമാണ്. അപ്പൊ നമ്മൾ വിശ്വാസത്തെ, ഞാൻ അങ്ങനെ ആ കുടുംബത്തോട് പറഞ്ഞു, അപ്പോൾ അവർക്ക് ആകപ്പെടാൻ ഒരു സംശയമേ ഉണ്ടായിരുന്നു. അത് ഞാൻ തിരുത്തി കൊടുത്തു. ഞാൻ പറയുന്നത് നമ്മൾ എന്താണ് വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് പറയുന്നത്? ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതല്ല. ഇത്രയും സത്യങ്ങളെ ഞാൻ ഏറ്റുപറയണം. അതിന്റെ പുറത്ത് കരുതുന്നുണ്ട്. ആ അടിസ്ഥാനത്തിലായിരിക്കണം എന്റെ വിശ്വാസ ജീവിതം മുന്നോട്ട് പോകണം. അല്ലാത്ത വിശ്വാസ പ്രമാണമില്ലാത്തവരല്ല കേട്ട ദൈവമക്കൾ. നമ്മൾ എഴുതി വെച്ചിട്ടില്ലെന്നേ ഉള്ളൂ. നമ്മുടെ വിശ്വാസത്തിന് ഒരു വ്യക്തതയുണ്ട് ബൈബിളില്. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം ചെയ്യണം. അപ്പോൾ നീതീകരണം വിശ്വാസത്താലാണെന്നും ന്യായപ്രമാണത്താലല്ലെന്നും ഞാൻ വിശ്വസിക്കുന്നു. എന്ന് വെച്ചാൽ പ്രവർത്തികൾ കൊണ്ട് നീതീകരിക്കപ്പെടാൻ പറ്റത്തില്ല, രക്ഷിക്കപ്പെടാൻ പറ്റത്തില്ല, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. വിശ്വാസം മാത്രമാണ് ദൈവത്തെ പ്രസാദിക്കുന്നത്. എന്ത് വിശ്വാസമാണ്? പിതാവായ ദൈവം
പുത്രനായ യേശുവിലൂടെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ഈ ഭൂമിയിൽ എന്തെല്ലാം പ്രവർത്തിച്ചോ അത് വിശ്വസിക്കണം. നമ്മൾ വിശ്വസിക്കുന്നത് പഴയ നിയമ വിശുദ്ധന്മാരല്ല, വരാൻ പോകുന്ന ഈ മശിഹായെ, കന്യകയിൽ കൂടെ ജനിക്കാൻ പോകുന്ന മശിഹായെ കണ്ടുകൊണ്ട്, ദൂരത്തുനിന്ന് കണ്ടുകൊണ്ട് വിശ്വസിച്ചു. നമ്മളോ പുറകിലേക്ക് നോക്കിക്കൊണ്ട് വിശ്വസിക്കുക. അവൻ വന്നു, ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഈ സത്യങ്ങൾ പരിശുദ്ധാത്മാവിനെ തന്നു എന്നുള്ളത് പുറകിലേക്ക് നോക്കുക. അതുകൊണ്ടാണ് നമ്മുടേത് ബെറ്റർ ഫെയ്ത്താണ്. അവരുടേതിനേക്കാൾ ബെറ്ററാണ് നമ്മുടേത്. നമ്മുടെ ഹോപ്പ്, നമ്മുടെ പ്രത്യാശ ബെറ്ററാണ്, ശ്രേഷ്ഠമായത് നമ്മുടേതാണ്. എനിക്ക് വിവരിക്കാൻ സമയം പരിമിതമാണ്, എങ്കിലും ഞാൻ പറഞ്ഞങ്ങ് പോവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞത് റോമാലേഖനം പറഞ്ഞ നീതീകരണം ഒരു പരസ്യമായ പ്രഖ്യാപനമാണ്. നീതീകരണം ശിക്ഷയിൽ നിന്നും നിന്നെ വിടുവിച്ചിരിക്കുന്നു എന്നുള്ള പ്രൊക്ലൈമേഷനാണ്, ഒരു പ്രഖ്യാപനമാണ്. എങ്ങനെ? ഇനി നീ ശിക്ഷയ്ക്ക് യോഗ്യനല്ല, നിന്നെ ദൈവം നീതീകരിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ കുറ്റത്തിൻ്റെ ശിക്ഷ നടന്നു. നമ്മുടെ പാപത്തിൻ്റെ കുറ്റം കർത്താവായ യേശു ശിക്ഷിക്കപ്പെട്ടു. അല്ലാതെ ദൈവം നീതിമാനാകുമോ എന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ. ദൈവം വെറുതെ വിട്ടു. എങ്ങനെ? ഒരു ജഡ്ജി ഒരാൾ വെറുതെ വിട്ടു, ആ ജഡ്ജിയെ നീതിമാനായ ജഡ്ജി എന്ന് പറയാൻ പറ്റുമോ? എങ്ങനെ പറയാൻ പറ്റും? കൊലപാതകം ചെയ്ത് ശിക്ഷിക്കാതെ ഞാൻ നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു? അല്ല. ഈ കുറ്റത്തിന് വേറൊരാൾ ശിക്ഷ അനുഭവിച്ചെങ്കിൽ ഇവനെ വെറുതെ വിടാം. അതിനാണ് പുത്രൻ വന്ന് ശിക്ഷ അനുഭവിച്ചിട്ട് പുത്രന്റെ മേൽ നമ്മുടെ കുറ്റം ചുമത്തിട്ട് നമ്മളെ വെറുതെ വിട്ടു. നീതീകരണം. രണ്ടാമത് നമ്മൾ റോമാലേഖനത്തിൽ പഠിച്ചത് വിശുദ്ധീകരണമാണ്. വിശുദ്ധീകരണം എന്നുള്ളത്, നീതീകരണം എന്നുള്ളത് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ. വിശുദ്ധീകരണമോ പാപത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള വിടുതൽ. ഈ പാപത്തിൻ്റെ ശക്തി അത്ര നിസ്സാരമല്ല. നീതീകരിക്കപ്പെട്ടെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളിവിടെ എല്ലാവരും വിശുദ്ധരൊന്നുമല്ല. പാപത്തിൻ്റെ ശക്തി അവൻ നമ്മളെ കാർന്നു പിടിക്കും. ഒന്നവസരം കൊടുത്തു നോക്ക്. അവസരം ലഭിച്ചാൽ അവൻ നമ്മളെ അടിമയാക്കി കളയും. ഇപ്പൊ പാപത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള വിടുതൽ. ഹല്ലേലൂയ. അതിനാണ് നമ്മൾ നമുക്ക് ശക്തിയില്ലെന്നും ഉയർത്തെഴുന്നേറ്റ യേശുവിനെ എൻ്റെ കർത്താവായി, എൻ്റെ നാഥനായി ഞാൻ ഏറ്റുപറയുന്നു. ഇപ്പൊ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു. ഹല്ലേലൂയ. അപ്പൊ പാപത്തിന്റെ ശക്തിയെ യേശു തോൽപ്പിച്ചതുപോലെ എനിക്ക് തോൽപ്പിക്കാൻ കഴിയും. നിങ്ങളുണ്ടോ ഇവിടെ? എൻ്റെ കൂടെ ഉണ്ടോ? യേശു പാപത്തെ എങ്ങനെ തോൽപ്പിച്ചു? യേശു നിന്നിൽ വസിക്കുന്നത് കൊണ്ട് നിനക്ക്, എനിക്ക് പാപത്തെ തോൽപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് തികഞ്ഞു എന്നോ പിടിച്ചു എന്നോ നിരൂപിക്കരുത്. പിന്നെയും ഈ ശരീരം ഓർത്തോളം ഇതിൻ്റെ മഹത്വം എന്താണെന്ന്. അവസരം കിട്ടിയ പിന്നെ പൊങ്ങും. അകത്തിരിക്കുന്ന ഞാൻ പിന്നെ പൊങ്ങി വരും. ഈ ലോകത്തോടുള്ള നമ്മുടെ ജഡത്തിൻ്റെ മോഹം വലുതാ, അത് പൊങ്ങി വരും. അവസരം കിട്ടിയാൽ ഇവൻ പൊങ്ങും. പണത്തോട് നമുക്ക് മോഹം ഉണ്ടാവും, നമുക്ക് ലോകത്തോട് മോഹം ഉണ്ടാവും, നമുക്ക് പാപം ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. പാപത്തിൻ്റെ മേലുള്ള ശക്തിയാണ്, ജയമാണ് ദൈവകൃപ. നീതീകരണം കൃപയാൽ മാത്രമേ അത് സാധിക്കൂ. പാപമില്ലാത്തൊരു ജീവിതം നയിക്കണമെങ്കിൽ നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ കണ്ണുനീര് കൊണ്ടും നമ്മുടെ പ്രാർത്ഥന കൊണ്ട് സാധ്യമല്ല. അതിന് വേണ്ടത് ദൈവകൃപ. പുത്രൻ വന്നകത്ത് ജീവിക്കുക. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസംഗിച്ചപ്പോൾ നമ്മുടെ വിജയ് ഇവിടെ പ്രസംഗിക്കാനായിട്ട് ഇടയായിരുന്നു. വിശുദ്ധീകരണം നമ്മുടെ യോഗ്യത കൊണ്ട് നടക്കുന്നതല്ല, കർത്താവ് അകത്ത് വന്ന് കൃപയാൽ നമ്മളെ നടത്തുന്നതാണ് വിശുദ്ധീകരണം. അവിടെയും വീഴ്ചയൊന്നുമില്ല. എന്താണ് മഹത്വീകരണം? എന്താണ് ഗ്ലോറിഫിക്കേഷൻ? അത് പാപത്തിൻ്റെ പ്രസൻസിൻ്റെ അവിടെ പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുക. കർത്താവ് വരുമ്പോൾ നമ്മൾ തേജസ്കരിക്കപ്പെട്ടു പോയി. പിന്നെ ഈ ശരീരമില്ല, ഈ ലോകത്തിലല്ല നമ്മൾ. അവിടെ പാപത്തിൻ്റെ സ്വാധീനമോ പാപത്തിൻ്റെ സാന്നിധ്യമോ ഇല്ല. അവിടെ പാപമില്ല. ആ തേജസ്കരിക്കപ്പെട്ട ജീവിതത്തിലേക്കാണ്, ഇതിനെയാണ് ബൈബിൾ പറയുന്ന പ്രത്യാശ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന്
ഞാൻ ചിന്തിച്ചോളട്ടെ. അപ്പൊ പാപത്തിന്റെ സാന്നിധ്യം മുഴുവൻ മാറാൻ പോവുക. ഈ ലോകത്തിൽ പിശാചിനെ ബന്ധിച്ച് 1000 ആണ്ടിടും. അപ്പോൾ 1000 ആണ്ട് നമ്മൾ ഈ ലോകത്തെ ഭരിക്കും. അപ്പോൾ പാപത്തിന്റെ സാന്നിധ്യമില്ല. അതിനുശേഷം വീണ്ടും പിശാചിനെ തുറന്നു വിടും. പിന്നെ ലോകം പാപത്തിന്റെ അടിമത്തത്തിലായി പോകും. അത് കഴിഞ്ഞിട്ട് കർത്താവ് ലോകത്തെ എങ്ങനെ തീ കൊണ്ട് ശുദ്ധീകരിക്കും, രൂപമാറ്റം വരുത്തും. എന്നിട്ട് നമ്മളെ കൊണ്ട് നിത്യത്തിലേക്ക് പോകും. അവിടെ പാപത്തിന്റെ ഒരു സാന്നിധ്യമില്ല. നമ്മളെ എത്ര ആഗ്രഹിച്ചാൽ ഒരു പാപം ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ആഗ്രഹം ഉണ്ടാകത്തില്ല. ആഗ്രഹമാണല്ലോ പാപം ജീവിക്കുന്നത്. നമുക്ക് പാപമില്ലാത്തൊരു ജീവിതമുണ്ട്. നമ്മുടെ ഉള്ള ആനന്ദം കൊണ്ട് നിറയണം. ഇന്നത്തെ നമ്മുടെ ദുഃഖം എന്താ? പിന്നെ കർത്താവേ ശരിയായിട്ടില്ലല്ലോ, വേണ്ടവണ്ണം എനിക്ക് എൻ്റെ ദൈവത്തെ പ്രേമിക്കാൻ കഴിയുന്നില്ലല്ലോ, എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ഭാരമല്ല ഇവിടെ. അത് മാറാൻ പോകും. താമസിക്കത്തില്ല. നമ്മുടെ കർത്താവ് വേഗം വരും. ഇല്ലെങ്കിൽ ഞാനങ്ങ് മരിക്കും. നമ്മളവിടെ ചെല്ലും. അതെ, മരിക്കും എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു പ്രയാസം പോലെ മരിച്ച് പെട്ടെന്നെങ്കിൽ എല്ലാവരും കർത്താവ് ആരാക്കി താമസിച്ചാലും മരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നങ്ങ് ചെല്ലാമല്ലോ. കർത്താവിന് സ്തോത്രം ചെയ്യും. അപ്പോൾ റോമർ 8-ാം അധ്യായത്തിൻ്റെ 23-24 പറയുന്നത്. ഒന്ന് പെട്ടെന്ന് വായിച്ചാൽ പോട്ടെ. റോമർ 8-ന്റെ 23-24. ആത്മാവിന് ആദ്യനാം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിലെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിലായിരുന്നു. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയല്ല. കണ്ടോ, ഈ പ്രത്യാശയാലല്ലോ നാം നീതീകരിക്കപ്പെട്ടത്. നിങ്ങളെൻ്റെ കൂടെ പെട്ടെന്ന് വിവേകരിച്ച സമയം കിട്ടും. ഈ പ്രത്യാശ എന്താ? പ്രത്യാശ എല്ലാവരും ഒന്ന് എന്നോടൊന്ന് സഹകരിച്ചേ. എന്താ പ്രത്യാശ? മുമ്പേ വായിച്ചെന്താ? ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം പുത്രത്വത്തിൻ്റെ ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം പുത്രത്വത്തിനായി കാത്തുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഞരങ്ങുന്നു. എങ്ങനെ? നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്. ഈ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പാണ് പ്രത്യാശ. ഹലോ, ശരീരം ഇന്ന് ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയോ എന്ന് ചിന്തിച്ചോ? ഈ ശരീരത്തെ ദൈവം ന്യായം വിധിക്കുന്ന ദിവസമുണ്ട്. ഈ ശരീരം കർത്താവിൻ്റെ ആലയമാണ്. ഇന്ന് ഈ കൂട്ടായ്മയിൽ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തോടും രക്തത്തോടും അടുത്തു വരാനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ആ യേശു വസിക്കുന്ന ശരീരമായി മാറണം നമ്മുടെ ശരീരം. ഈ ശരീരത്തെ ദൈവം ന്യായം വിധിക്കും. ഹല്ലേലൂയ. ഈ ശരീരം കൊണ്ട് തന്നെ മനുഷ്യന്റെ ഈ ശരീരം അതിന് മറ്റൊരു രൂപം വരും. സ്വർഗത്തിലേക്ക് പോകുന്നവർക്ക് തേജസ്കരണവും മറ്റുള്ളവർക്ക് ഒരു നിന്നാപാത്രമായ ശരീരവും കിട്ടും. മനുഷ്യ ശരീരമല്ലാതെ ഈ കാണുന്ന മാംസളമായ ശരീരമല്ല, നരകത്തിൽ പോകുന്ന ശരീരം. കോടിക്കണക്കിന് വർഷങ്ങൾ തീക്കകത്ത് വെന്ത് 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 തീർന്നാലും ആ ശരീരം നശിച്ചു പോകത്തില്ല. ആ ശരീരം നാശത്തിൻ്റെ ജീവിതത്തിൽ തീക്കകത്തും പുഴുക്കലും മിന്തുന്ന ആ നരകത്തിൽ പോലും ഈ ശരീരം പിന്നെയും ഈ ശരീരത്തിന് അതിന് പ്രത്യേകതയുണ്ടാകും. തേജസ്കരിക്കപ്പെട്ട ശരീരം വേണമോ, നാശത്തിലേക്ക് പോകുന്ന ശരീരം വേണമോ നമുക്ക്? ഹല്ലേലൂയ. നാം പുത്രത്വത്തിന് കാത്തുകൊണ്ട്, ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങി നിർത്തപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട്. അതെന്നാ? കർത്താവ് വരും. ഉള്ളിൽ ഞരങ്ങുന്ന, പ്രാർത്ഥിക്കുന്ന, നിലവിളിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഈ പ്രത്യാശയാണ് അപ്പോസ്തലനായ പൗലോസ് ഞാൻ വിശ്വസിക്കുന്നു ലേഖനം എഴുതിയത്. അദ്ദേഹം പറയുകയാണ്, ഈ പ്രത്യാശ നീങ്ങിപ്പോന്നല്ല. ഈ പ്രത്യാശയാലാണ് നമ്മൾ നീതീകരിക്കപ്പെട്ടത്. കാണുന്ന പ്രത്യാശയോ? പ്രത്യാശ അല്ല. നമ്മൾ വിശ്വസിക്കുന്ന പ്രത്യാശ കാണുന്ന പ്രത്യാശയാണോ? കാണാത്തൊരു പ്രത്യാശയ്ക്കായിട്ട് നമ്മൾ കാത്തിരിക്കുന്നു. ഞാൻ വേഗത്തിൽ നിർത്താൻ ആഗ്രഹിക്കും. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ വായിച്ച, നമ്മളിപ്പോൾ വായിച്ച എബ്രാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് വളരെ നല്ല പ്രത്യാശ എന്ന് പറഞ്ഞല്ലോ. ഒന്ന് വായിച്ചത്. നീക്കവും ന്യായപ്രമാണത്തിലൊന്നും പൂർത്തി പ്രാപിച്ചിട്ടില്ലല്ലോ. നാം ദൈവത്തോട് അടുക്കുന്നതിനുള്ള ഏറെ നല്ല പ്രത്യാശയുടെ സ്ഥാപനം വന്നു. ദൈവത്തോട് അടുക്കുന്നതിനുള്ള ഏറെ നല്ല ബെറ്റർ ഹോപ്പ്, ഏറെ നല്ല പ്രത്യാശ. എന്താണ്? ദൈവത്തോട് അടുക്കുന്ന ഏറെ നല്ല പ്രത്യാശ. ഇത് ഗുണമറിയാവോ? കഴിഞ്ഞ ഒരാഴ്ചയിൽ എത്ര
കർത്താവുമായിട്ട് ഒന്നിച്ച് നടക്കാൻ കഴിയും. ഈ പ്രത്യാശ ഉള്ളവരുടെ പ്രത്യേകത ദൈവത്തോട് അടുക്കുന്ന ഒരു പ്രത്യാശയാണ്. ഈ പ്രത്യാശ ദൈവത്തോട് ദൂരൊന്നും കൊണ്ടല്ല, കർത്താവിന്റെ മടിയിലിരിക്കുന്ന പ്രത്യാശയാണ്. അവനെ കെട്ടിപ്പിടിക്കാൻ പറ്റുന്ന പ്രത്യാശയാണ്. പഴയ നിയമ വിശുദ്ധന്മാർക്ക് സ്വപ്നം കാണാൻ വയ്യാത്ത പഴയ നിയമ വിശുദ്ധന്മാർ ദൈവത്തോട് കൂടെ നടന്നവരുണ്ട്. അവർക്ക് കിട്ടാത്ത ഒരു ബെറ്റർ ഹോപ്പ്. ഇതിന്റെ വിലയൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, നിങ്ങൾ ഈ വചനമെന്ന് ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്നെങ്കിൽ, ദൈവത്തോട് അടുക്കാൻ ഒന്നും ചെയ്യണ്ട. ഈ പ്രത്യാശ കാണാൻ പോകുന്ന വീണ്ടെടുപ്പിന്റെ പ്രത്യാശ നമുക്കുണ്ടാകുന്നെങ്കിൽ, ഹല്ലേലൂയ. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം നമുക്ക് അറിയാവുന്ന വാക്യമാണ്. ഇങ്ങനൊന്ന് വായിച്ചോളാം. അതുകൊണ്ട് കരുണ ലഭിക്കാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപ്താനുമായി നാം ധൈര്യത്തോടും കൃപാസനത്തിന് അടുത്ത് ചെയ്യുക. പുരോഹിതന്മാരെല്ലാം പുറത്തു പറച്ചുകൊണ്ട് നിൽക്കുക. യേശുക്രിസ്തു നമ്മുടെ യഥാർത്ഥ മഹാപുരോഹിതനായി അവൻ അകത്തേക്ക് കയറിയപ്പോൾ നമുക്ക് എന്നിട്ട് അതുകൊണ്ട് ഞാൻ ആ ഭാഗം വിവരിക്കാതെ പോവുക. അതുകൊണ്ട് അതിൻ്റെ മുകളിൽ നിങ്ങളൊന്ന് വായിക്കണം. 4-ന്റെ ഈ 16-ന്റെ മുകളിലോട്ടൊന്ന് വായിക്കണം. ഇതാ വായിക്കുന്നത്, നമുക്കൊരു പുരോഹിതനുണ്ടെന്നുള്ള ഇവിടെ. അതുകൊണ്ട് കരുണ ലഭിക്കും, തത്സമയത്ത് സഹായത്തിലൂടെ കൃപ പ്രാപിപ്പാനുമായിട്ട് കൃപാസനത്തിങ്കിലേക്ക് അതിധൈര്യത്തോടെ ദൈവത്തോടെത്തിയല്ല, അതിധൈര്യത്തോടെത്തിയല്ല. കയ്യിൽ തെറ്റു വന്നു, പാപം വന്നു, കർത്താവിനോട് അടുക്കാൻ തടസ്സമാകരുത്. ദുർമനസാക്ഷി വരരുത്. കർത്താവിന് ക്ഷമിക്കാൻ കഴിയാത്ത ഒരു പാപവുമില്ല. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും ഒക്കെ ശുദ്ധീകരിക്കും. ഓടിച്ചെന്നപ്പ, നീ തന്ന ഭാര്യയില്ലേ, ഇവളാണ് കുറ്റക്കാരി. നീ തന്ന ഈ സാത്താനുണ്ടല്ലോ പാമ്പ്, അവനാണെന്നെ ചോദിച്ചാൽ അങ്ങനെ പറയും. അപ്പോഴപ്പോൾ ഒരു വീഴ്ച വന്നാൽ ഒരാഴ്ച ഞായറാഴ്ച വരുമ്പോൾ നേറ്റു പറയും. എങ്ങനെ? ആദ്യം മനുഷ്യരോടും പറയണം, ദൈവത്തോട് പറയണം. ദൈവത്തോട് മാത്രം പറഞ്ഞാൽ പോരാ, മനുഷ്യരോട് ചെയ്ത ഓരോ വാക്കിനും മനുഷ്യരോട് പറയണം. ഇല്ലെങ്കിൽ ദൈവത്തോട് കള്ളവ പറയുന്നു. ഞാൻ നിങ്ങളിൽ ഒരാളോട് തെറ്റ് ചെയ്താൽ ദൈവത്തോട് ഏറ്റുപറയുന്നതിന് മുമ്പ് ഞാൻ വന്ന് നിന്നോട് ഏറ്റു പറയണം, എന്നിട്ട് വന്നിട്ട് ദൈവത്തോട് ഏറ്റു പറയണം. ഇല്ലെങ്കിൽ അത് കർത്താവ് കേൾക്കത്തില്ല. അപ്പൊ ദൈവത്തോട് ഏറ്റു പറയുന്ന പാപം മനുഷ്യന്റെ മുമ്പിൽ തെളിയിക്കപ്പെടേണ്ടതാണ്. കർത്താവിന് സ്തോത്രം ചെയ്തു. അവിടെ എന്തുണ്ട്? കരുണയുണ്ട്. എന്താ കരുണ? കരുണ അറിയാവുന്നത് പറഞ്ഞേ. നമ്മുടെ ചെയ്ത പാപത്തിന് തക്കവണ്ണം ചെയ്യാതെ അതിൽ നമ്മളെ മോചനം തരുന്നതാണ്. എന്താണ് കൃപ? എന്താ? അത് ചെയ്യാതെ നമുക്ക് തരുന്ന ശക്തിയാണ് കൃപ. ചെയ്യാതിരിക്കാനുള്ള ശക്തി, പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തി. കരുണ എന്താ? പാപം ചെയ്തത് പോയതിൻ്റെ മോചനമാണ്. പിന്നെ അവിടെയുണ്ട് കൃപാസനത്തിന് എന്തുണ്ട്? സാക്രിഫൈസ്. കൃപാസനത്തിൽ ചെന്നാൽ കരുണ കിട്ടി, കൃപ കിട്ടി. ഇപ്പോൾ ഞാൻ എന്നെ ദൈവത്തിനോടടുത്ത് സമർപ്പിക്കുക, അടുക്കുകയാണ്. ഞാൻ എന്നെ മുഴുവനെ കൊടുക്കുന്ന യാഗം കൃപാസനത്തിലല്ലാതെ പുതിയ നിയമ ആരാധനയില്ല. ഒരുപാട് വാക്യങ്ങളുണ്ട്, ഞാൻ നിങ്ങളെല്ലാം വായിച്ച് കേൾപ്പിക്കുന്നില്ല. എബ്രായ ലേഖനം 10:26 വായിച്ചു മോനെ. 10:26. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഈ ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേയുള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ എൻ്റെ മോനെ എൻ്റെ 22 വായിച്ചു. 22. നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. പരമാർത്ഥ ഹൃദയം അടുത്ത് ചെല്ലണം. ആരോട് അടുത്ത് ചെല്ലേണ്ടത്? കർത്താവിനോട് അടുത്ത് ചെല്ലണം. അതിനെന്ത് വേണം? ദുർമനസാക്ഷിയാണ് തടസ്സം. നമുക്കൊരു ദുർമനസാക്ഷി സാത്താൻ ഉണ്ടാക്കും. നമ്മുടെ മൈൻഡ് തന്നെ നമ്മുടെ അകത്തിരുന്ന് നമ്മളെ കുറ്റം വിധിക്കും. നമ്മുടെ അകത്തൊരു ന്യായാധിപനിരിപ്പുണ്ട്, ആ ജഡ്ജിരിപ്പുണ്ട്. അവൻ പറയും, നീ ഇത് ശരിയല്ല, ഇന്ന് പ്രാർത്ഥിക്കണ്ട, ഇന്ന് കത്തമേശപ്പം കളിക്കണ്ട, അവിടെ ഒന്ന് കുത്തിയിരുന്നോ. നമ്മുടെ അകത്തിരുന്ന് നമ്മുടെ മനസ്സാക്ഷിയിലുള്ള ജഡ്ജുണ്ട്, അവൻ പറയും. അപ്പം നമുക്കൊരു ദുർമനസാക്ഷി വന്നു.
യേശുക്രിസ്തുവിന്റെ ശുദ്ധവെള്ളത്താൽ കഴുകപ്പെട്ടവരും ദുർമനസാക്ഷി നീക്കിക്കൊണ്ട് ശുദ്ധവെള്ളത്താൽ കഴുകപ്പെട്ടവരായിട്ട് യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരായിട്ട് ദൈവത്തോട് നമ്മൾ അടുത്ത് ചെല്ലണം. അപ്പാ ഞാൻ തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അപ്പോൾ കരുണയാണ്, അപ്പോൾ കൃപയാണ്, അപ്പോൾ നിന്നെ യാഗമായി സമർപ്പിക്കപ്പെടുകയാണ്. ഇത് ബെറ്റർ ഹോപ്പ് അല്ലേ? ഇതല്ലേ ബെറ്റർ ഹോപ്പ്? പഴയ നിമിത്തത്തിന് കാലവിശേഷ്ടമായിരിക്കുന്ന ഒരു പ്രത്യാശ ഉണ്ടായിരുന്നോ? ഹല്ലേലൂയ. ഞാൻ വാക്യങ്ങളൊന്നും വായിക്കാതെ നിങ്ങളെ പെട്ടെന്ന് പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം വാക്യത്തിൽ പറയുന്നത് നമ്മൾ വിശുദ്ധ പുരോഹിതന്മാരെന്നാണ്. 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പറയും നമ്മൾ വിശുദ്ധ പുരോഹിതന്മാരെന്നാണ്. ഹോളി പ്രീസ്റ്റ്ഹുഡ്. ഹല്ലേലൂയ. 9-ാം വാക്യത്തിൽ പറയുന്നത് എന്തോ? നമ്മൾ റോയൽ പ്രീസ്റ്റ്ഹുഡ് എന്ന് വെച്ചാൽ രാജകീയ പൗരോഹിത്യം, രാജകീയ പുരോഹിതന്മാരാണ് നമ്മൾ ഓരോരുത്തരും എന്നാണ് അവിടെ പറയുന്നത്. എന്താണ്? പുരോഹിതന് മാത്രമേ ആണ്ടിലൊരിക്കൽ നിറച്ചും കൊണ്ട് ദൈവസ്ഥലേക്ക് എല്ലാം പറ്റുന്നുള്ളത്. മഹാപുരോഹിതൻ റോയൽ പ്രീസ്റ്റ്ഹുഡ് ആണെങ്കിലും ഹോളി പ്രീസ്റ്റ്ഹുഡ് ആണെങ്കിലും കൃപാസനത്തിന് പുറത്തു നിന്നോണം. 1-ാമത്തെ 2-ാമത്തെ 3-ാമത്തെ കടമ്പ കടന്ന് അകത്തേക്ക് ചെല്ലുന്നവൻ ആണ്ടിലൊരിക്കൽ. ഈ പ്രത്യാശ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. നിങ്ങളതിനെ പൂർണ്ണമായിട്ട് നിങ്ങൾ അതിനകത്താണ്, പക്ഷെ അത് ഗ്രഹിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഇതിൻ്റെ അകത്ത് നിറച്ചും കൊണ്ട് ആണ്ടിലൊരിക്കൽ ചെല്ലുന്ന സ്ഥലത്ത് ഏത് സമയത്തും ഇപ്പം നമ്മൾ വായിച്ച ദുർമനസാക്ഷി നീങ്ങിക്കൊണ്ട് സ്നേഹത്തിന് സൽപ്രവൃത്തികൾക്ക് ഉത്സാഹം വർദ്ധിപ്പിക്കാൻ ചെയ്യുന്നത് പോലെ നമ്മളിപ്പോൾ വായിച്ചു വാക്യം വിശ്വാസത്തിന് പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥത്തോടെ അടുത്ത് ചെല്ലുക. കേട്ടോ, നമുക്കൊന്ന് അടുത്തില്ല. നമ്മുടെ കർത്താവിനോടൊന്ന് അടുത്തില്ല. നമുക്ക് നമ്മുടെ ആത്മീയത മാറും. നമ്മുടെ പ്രശ്നം നമ്മൾ തിരശ്ശീലയ്ക്ക് പുറത്തു നിൽക്കുന്ന എന്താണ്? നമുക്ക് ദുർമനസാക്ഷി മാറ്റണമെങ്കിൽ യേശുവിൻ്റെ രക്തത്തിന് മാത്രമേ, വചനത്തിൻ്റെ വെള്ളത്തിന് മാത്രമേ പറ്റൂ. നമ്മളിത് വിശ്വസിച്ചാൽ നമുക്കൊരു ബെറ്റർ ഹോപ്പ് കിട്ടും. എൻ്റെ സമയം ഇവിടെ തീരുകയാണ്. ഞാൻ 8 കാര്യമാണ് ബെറ്ററായിട്ടുള്ളത് പറയാൻ നിങ്ങളടുത്ത് വന്നത്. ഓർക്കാൻ കൊടുക്കുന്നതാണ്, വെറുതെ പറഞ്ഞു. അല്ല, എബ്രായർ 7:22 വായിച്ചു. 7:22. അരുളിച്ചേതമിട്ട ആണയോടുകൂടെ തന്നെ, ആണ കൂടാതെ ലേഖനം വിശേഷമേറിയ നിയമത്തിന് യേശു ഉത്തരവാദിയായി തീർന്നു. വിശദീകരിച്ച് പറയണം. ബെറ്റർ കവനന്റ്, സ്വന്തം രക്തം കൊടുത്ത് സ്ഥാപിച്ച ഒരു പുതിയ ശ്രേഷ്ഠമായ ഉടമ്പടിയിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. യഹൂദന്മാർ വന്നതുപോലൊന്നും അല്ല നമ്മൾ. ഇതിന് ഒരാണയും കൂടെ ദൈവം കൊടുത്തു എന്ന്. ഇതിനകത്ത് കർത്താവ് ഒരു മധ്യസ്ഥനെ കൂടെ വെച്ചു. കർത്താവ് പറഞ്ഞു, നിനക്കത് സാധിക്കത്തില്ലെങ്കിൽ ഞാൻ ആണയിട്ട് പറയാം, ഞാൻ വന്ന് എൻ്റെ ചോര കൊണ്ട് നിന്നെ വീണ്ടെടുത്തിട്ട് എൻ്റെ ജീവൻ നിന്റെ ഉള്ളിൽ പകരും. ഇതാണ് ബെറ്റർ കവനന്റ്. എവിടെയോ ആട്ടുകൊറ്റന്മാരുടെ നിലവിളിയേക്കാം. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആട്ടുകൊറ്റന്മാർ മരിച്ചു വീണുപോയി. ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിൽ മനുഷ്യന്റെ പാപത്തെ മോചിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഇതാ ദൈവപുത്രന്റെ രക്തം. അവിടെ നമ്മൾ വായിക്കുന്നത് നമുക്ക് ഒരു ഗ്യാരണ്ടി ചെയ്യാൻ, നമ്മൾക്ക് വേണ്ടിയിട്ട് ഗ്യാരണ്ടർ പിതാവിന് പറ്റുമാകും. ഞാൻ അങ്ങ് പറഞ്ഞു തരട്ടെ. നമുക്ക് അവൻ എൻ്റെ മകനാണ്. നമ്മൾ ഇന്ന് നിൽക്കുന്ന എന്താണെന്നറിയാമോ? നമ്മുടെ ഗ്യാരണ്ടർ. ഈ പുതിയ നിയമത്തിൻ്റെ ബെറ്റർ കവനന്റിലേക്ക് എന്നെ കൊണ്ടുവന്നിട്ട് നമ്മളെ വെറുതെ വിടുകയല്ല. നമുക്കൊരു ഗ്യാരണ്ടർ പിതാവിൻ്റെ വെളുത്തുഭാഗത്ത് ചെന്നിരിക്കുക. നിന്നെ നോക്കിക്കൊണ്ട് നിന്റെ ഓരോ ചെയ്തികളെയും, ഓരോ വാക്കുകളെയും, ഓരോ ചിന്തകളെയും, ഓരോ പ്രവൃത്തികളെയും അവൻ ഇടിവിൽ നിന്ന് പറയുകയാണ്, അവനെ ഞാൻ വീണ്ടെടുത്തതാണ്, ഞാൻ അവനെ ചെത്തിക്കോളാം, ഞാൻ അവന് വെള്ളമടിച്ചോളാം, ഞാൻ അവന് വളമിട്ടോളാം, അവൻ ഫലം കായ്ക്കും, അവൻ ഫലം കായ്ക്കും. നമുക്കൊരു നല്ല ഗ്യാരണ്ടർ ഉണ്ട്, നമുക്കൊരു നല്ല സപ്പോർട്ടറുണ്ട്, ഇവിടെ നമുക്കൊരു കാര്യസ്ഥനുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് ഇത് ബെറ്റർ കവനന്റ്. ഹല്ലേലൂയ. പിതാവ് ഈ കവനന്റിലേക്ക് വന്നിട്ടുള്ളത്, പിതാവ് നട്ടിട്ടുള്ളതൊന്നും പറഞ്ഞു പോകത്തില്ല, പിതാവ് തന്നിട്ടുള്ളതൊന്നും എൻ്റെ കയ്യിൽ നിന്ന് ആരും പിടിച്ചു പറിക്കത്തില്ല. എന്തൊരു ഉറപ്പാണ്.
എന്ത് എൻ്റെ പിതാവ് എൻ്റെ കയ്യിൽ തന്നിട്ടുള്ളതിനെ ആർക്കും പിടിച്ചു പറിക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ. അവൻ പിതാവാണ് എനിക്ക് തന്നത്. ഇതാണ് ബെറ്റർ കവനന്റ്. ഈ രക്ഷയിലേക്ക്, ഈ നീതിയുടെ ഉടമ്പടിയിലേക്ക് ഹല്ലേലൂയ ഞാനും നിങ്ങളെ കയറിയാൽ നമ്മൾ തനിച്ചല്ല, നമുക്കൊരു ഉത്തരവാദിയുണ്ട്. എന്ന് വെച്ചെന്നാൽ എനിക്കൊരു ലോൺ വേണം, എനിക്ക് പ്രായമായതിനാൽ എനിക്ക് ലോൺ കിട്ടത്തില്ല. ഉടനെ വിജയിയെ വിളിച്ച് പറഞ്ഞു, കുഞ്ഞെ എനിക്ക് വേണ്ടി ഒന്ന് ഗ്യാരണ്ടി ചെയ്യാവോ? മാസം മാസം എന്നെ വിളിച്ച് പറയാം, മാച്ചാ ടൈമായെന്ന് പറയുമത്രേ. അത് ഞാൻ ഈ മാസം മറന്നു പോയപ്പോൾ വിളിച്ച് പറഞ്ഞു, ഇതാ അവന് എന്താ എൻ്റെ ഉറപ്പെന്താ, ഞാനിപ്പോൾ കിടപ്പിൽ കിടക്കുന്ന ഒരാളാണ്, എനിക്ക് വേണ്ടി അവൻ ഗ്യാരണ്ടി ചെയ്താലോ? കഴിവുണ്ടായിരിക്കണം, പ്രാപ്തി ഉണ്ടാകണം. മാസം മാസം ആ തുക അടച്ചു കൊടുക്കാമെന്ന പ്രാപ്തി ഉണ്ടെങ്കിലേ ഗ്യാരണ്ടറാകാൻ പറ്റുന്നുള്ളൂ. നമ്മുടെ കർത്താവ് ഉറപ്പ് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ഗ്യാരണ്ടറാണ്. ഇനി നിങ്ങളെ ശത്രുവിന് കൊടുക്കത്തില്ല, ഞാൻ ഇനി നിങ്ങളെ ഞാൻ നശിപ്പിച്ച് കളയാൻ സമ്മതിക്കത്തില്ല. ഞാൻ പിതാവിൻ്റെ അടുക്കലുണ്ട്, ധൈര്യമായിട്ട് പോകുക. അപ്പോൾ നമുക്കൊരു ബെറ്റർ കവനന്റ്. പഴയ കവനന്റെ പ്രത്യേകത ഞാൻ നിർത്തണം. ദൈവത്തിന് സ്വർഗത്താവിൻ്റെ ദാസനെ ദൈവം ഉപയോഗിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.